ഇതേപോലെ സിംഹത്തിനെയും കടുവകളെയും ആനക്കൂട്ടത്തിനൊക്കെ നിങ്ങൾ ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ടോ? അതും കാട്ടിൽ കാണുന്നത് പോലെ കൂട്ടിലൊന്നും ഇടാണ്ട് തുറന്നു വിട്ടിട്ട്. സോ വെൽക്കം ടു ഹാരിസ് വേൾഡ്. ഇനി നമ്മളുള്ളത് ബാംഗ്ലൂരിലെ ബന്നാർഘട്ട നാഷണൽ പാർക്കിലാണ് കേട്ടോ. ഞാനും മജിയും മുന്താസും റമീസും കുട്ടികളും പിന്നെ ഡാനിയും കൂടെ ഇങ്ങോട്ട് വന്നത്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ വണ്ടി നിർത്തി നേരെ ഇങ്ങോട്ട് നടന്നു വരിക ചെയ്തത്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ റൂട്ട് മാപ്പിൽ ഇവിടെ ഏതൊക്കെ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ മൃഗങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് മൃഗത്തിൻ്റെയൊക്കെ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനടുത്തായിട്ട് തന്നെ വേറൊരു ബോർഡുണ്ട്. അവിടെ സോണിൻ്റെ പോളിസി, പിന്നെ അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റുകൾ ഇതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 370 ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു QR കോഡും കൂടെയുണ്ട്. ഈ ക്യൂ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ഈ QR കോഡ് ഉപകാരപ്പെടും. പിന്നെ ഇവിടെയുള്ളൊരു പാർക്കാണിത്, ചിൽഡ്രൻസ് പാർക്ക്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു ഫുഡ് കോർട്ടും കൂടെയുണ്ട്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് സമയം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററാന്ന് തോന്നും. അധികം ആൾക്കാരൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഈ പാർക്കിൽ കയറിയാൽ നമ്മൾ ജംഗിൾ സവാരിക്ക് ലേറ്റ് ആവുന്നുള്ളത് കൊണ്ട് നേരെ ജംഗിൾ സവാരീൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഒരു എൻട്രൻസ് കടന്നു കഴിഞ്ഞ് ലെഫ്റ്റിലോട്ടാണ് നമ്മളൊരു വെയിറ്റിംഗ് ഏരിയ വരുന്നത്. വെയിറ്റിംഗ് ഏരിയ ഒക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇവിടെ 2 ടൈപ്പ് ബസ്സാണുള്ളത്. ഒന്ന് AC ബസ്സും അല്ലാത്ത ബസ്സും. AC ബസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അല്ലാത്ത നോർമൽ ബസ്സിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്രിൽസ് പുറത്ത് കൂടെ ഉണ്ടാവും. ആ ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ മൃഗങ്ങളെ കാണുന്നതിനും കാട്ടും കുറച്ചുകൂടെ നല്ലത് പ്ലെയിൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ മൃഗങ്ങളെ കാണുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കൂടാണ്ട് വീഡിയോ എടുക്കാനാണെങ്കിലും മറ്റേ ബസ്സിനെയും കാട്ടി AC ബസ്സാട്ടോ കുറച്ചുകൂടെ നല്ലത്. ആ കാണുന്ന ബസ്സിൽ വൈറ്റ് ബസ്സിലാട്ടോ ഞങ്ങൾ പോയത്. ബസ്സിൽ കയറി ആദ്യം തന്നെ അച്ഛൻ നേരെ പോയിട്ട് ബാക്കിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ബാക്കിലോട്ട് പോയി. പക്ഷേ ഇവൻ പെട്ടെന്ന് തന്നെ ഡ്രൈവർ വിളിച്ചപ്പോൾ മുന്നിലത്തെ സീറ്റിൽ പോയിരുന്നു. നന്നായി, അവിടെ നല്ലോണം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. പക്ഷെ ഞാനൊക്കെ അങ്ങ് ബാക്കിലത്തെ സീറ്റിലായിരുന്നു. അപ്പം നേരെ ഞങ്ങൾ പാർക്കിലോട്ട് കടന്നു. അതായത് ജംഗിൾ സവാരിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. ആധികാരികമായിട്ട് പറയുവാണെങ്കിൽ കർണാടകയിലെ ബാംഗ്ലൂർ ജില്ലയിൽ 1974 ബന്നാർഘട്ട നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. പിന്നെന്താ, 104 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു വിസ്തീർണം വരുന്നത്. പിന്നെ ഈ പാർക്കിൽ മൃഗങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ, അതായത് കാട്ടിലൊക്കെ അവരെങ്ങനെ താമസിക്കുന്നോ ആ രീതിയിൽ സംരക്ഷിക്കുകയും അതിങ്ങളെ നല്ലോണം കെയർ ടേക്ക് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ നേരെ ചെന്നിട്ട് കാണുന്നത് മാൻകൂട്ടങ്ങളെ കേട്ടോ. മാൻകൂട്ടങ്ങളിൽ തന്നെ കുറേ ടൈപ്പ് മാനുണ്ട്. പുള്ളിമാന്, കലമാന്, പുള്ളി ഇല്ലാത്ത മാന്, അങ്ങനെ ഏതൊക്കെയോ വെറൈറ്റി ടൈപ്സ് ഉണ്ട്. ഇവരാണെങ്കിൽ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ രണ്ടെന്നുണ്ടെങ്കിലും ഒന്നതാ ദൂരോട്ട് മാറി നിൽക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂട്ടങ്ങളിൽ ചിലപ്പം മയിലുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടില്ലേ ഒരു പോത്ത്, അതുപോലത്തെ കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുമിച്ച് ആ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പുല്ലുകളൊക്കെ ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. പോരാത്തതിനൊരു ബണ്ട് പോലെ അവിടെ കെട്ടിയിട്ട് വേറൊരു ടൈപ്പ് എന്തോ പൊടിമാതിരിയൊക്കെയുള്ള എന്തൊക്കെയോ ഫുഡ്, കാലിത്തീറ്റ പോലെ ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാനുള്ള കുറേ ബണ്ടൊക്കെ അവിടെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ആനക്കൂട്ടങ്ങളുടെ അടുത്തേക്കാണ്. ഇവിടെ നമ്മൾ പോയ സമയത്ത് ആദ്യം കണ്ടത് ഒരാനയും ഒരു കുട്ടിയും റൈറ്റ് സൈഡിൽ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോക്ക് കുറച്ച് സമയം അവിടെ നിർത്തി നമ്മൾ നേരെ പോകുമ്പോൾ, ഇതാണെങ്കിൽ ആനേൻ്റെ ഫുഡ് കൊടുക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കൊടുക്കുന്നതാണ് നല്ല രസമുണ്ട്. ഒന്നാമത് വലിയ ആനകൾ പോട്ടെ, ഈ കുഞ്ഞാനകളുണ്ട്, കുട്ടി ആനകൾ, ഐറ്റിങ്ങൾ ഫുഡ് കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഒന്നെങ്കിൽ ഇവർ വായിൽ വെച്ച് കൊടുക്കും,
അതല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ അത് തുമ്പിക്കൈയിൽ വാങ്ങിയിട്ട് കഴിക്കുക ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ആനകൾ ഏരിയയിൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ കുളം മാതിരിയൊക്കെ കുറച്ച് തണ്ണീർത്തടങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ അങ്ങനെയൊക്കെ വേണമായിരിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ആനകൾ ഈ ഒരു ഏരിയയിൽ നിർത്തിയത്. ഇത് ഈ കാണുന്നത് കരടിയാട്ടോ. കരടീനെ അങ്ങനെ ഒരു ഒറ്റ നോക്കിലേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ കരടീൻ്റെ ഏരിയ ആണ്. ഇതൊക്കെ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോരോ കേജ് ആയിട്ടാണ് തിരിച്ചത്. മാനുകൾക്കൊന്ന്, ആനകൾക്കൊന്ന്, കരടിക്കൊന്ന്. ഈ കേജുകൾ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ഗേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ആ ഗേറ്റിന് 2 ഡോറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തിയാൽ ആദ്യത്തെ ഡോറ് തുറന്ന് നമ്മൾ ആ കൂട്ടിൻ്റെ ഉള്ളിലേക്കാക്കും. എന്നിട്ട് ആ ഡോറ് അടിച്ചിട്ട് രണ്ടാമത്തെ ഡോറ് തുറന്നിട്ട് നമ്മൾ പുറത്താക്കും. അത് ആനിമൽസ് തമ്മിൽ മിക്സ് ആവാണ്ടിരിക്കാനായിരിക്കാം. ഇത് കണ്ടിട്ട് നമ്മൾ നേരെ പോയത് സിംഹത്തിൻ്റെ മുന്നിലേക്കായിരുന്നു. നമ്മളവിടെ എത്തിയ സമയത്ത് സിംഹമുണ്ട് നമ്മളെ ബസ്സിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കുറേ നേരം അവിടെ ബസ് നിർത്തി. നമ്മളെ ഡ്രൈവർ ഏകദേശം എല്ലാ സ്ഥലത്തും എല്ലാ ആനിമൽസിനെ കണ്ട സ്ഥലത്തും കുറേ ടൈം വണ്ടിയൊക്കെ നിർത്തി തന്നിട്ട് നമുക്ക് കാണാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഒരു സിംഹമായിട്ടോട് കുറേ നേരം നടന്ന് പിന്നെ ആ കാട്ടിലൊക്കെ പോയിരിക്കുന്നുണ്ടായിരുന്നു. അത്രയും സമയം നമ്മൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയാലും കാണുന്നത് 2 സിംഹങ്ങളാണ്. ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും. അവർ തമ്മിൽ എന്തോ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ വണ്ടി കുറേ നേരം നിർത്തി ഇതിനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനിത് 3rd ടൈം എങ്ങാനും ബെന്നാർഘട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സൂവിലൊക്കെ പോയിട്ട് പിന്നെയും കാണും. നമ്മളടുത്ത് വണ്ടീൻ്റെ അടുത്തുകൂടിയൊക്കെ നടന്നു പോകുമ്പോൾ അതും ഭയങ്കര ഒരു വൈബ് തന്നെയാണല്ലോ. പിന്നെ നമ്മൾ പോയത് പുലീൻ്റെ ഒരു ഏരിയയിലേക്ക്. പുലീൻ്റെ കൂട്ടിലെത്തി. അത് 2 പുലികളുണ്ടായിരുന്നു അവിടെ. അതിനൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. നല്ല രസമുണ്ട്. എന്തായാലും ഈ പുലികളാണെങ്കിലും കടുവകളാണെങ്കിലും കാണാൻ എല്ലാത്തിനും നല്ല രസമാണല്ലോ. നെക്സ്റ്റ് എത്തിയത് കടുവേൻ്റെ കൂട്ടിൻ്റെ അടുത്താണ്. കടുവകളാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് വെള്ളക്കടുവയും ഓറഞ്ച് കടുവയും. ആ കാണുന്ന വെള്ളക്കടുവയും കൂട്ടിലിരിക്കുന്ന വെള്ളക്കടുവയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നും അത് കൂട്ടിൻ്റെ പുറത്തുനിന്നും ഇങ്ങനെ ദേഷ്യത്തിൽ മുഖത്തോടും മുഖം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ പുറത്ത് നിൽക്കുന്ന ഓറഞ്ച് കടുവയും വെള്ളക്കടുവയും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെയുള്ള കെയർ ടേക്കർ ആണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ വെള്ളക്കടുവേനെ ഉള്ളിലോട്ട് കയറ്റിയിട്ട്, അതായത് കൂട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഓറഞ്ച് കടുവേനെ പുറത്തും വിടുന്നുണ്ട്. എന്തോ രണ്ടിനെ ഒരുമിച്ച് വിടാൻ എന്തോ പ്രശ്നമുള്ള പോലെ. നമ്മൾ ലാസ്റ്റ് കണ്ടത് ഈ ഒരു ആനിമലിനെ കേട്ടോ. കുറേ ആനിമൽസ് ഇവിടെ ഉണ്ടെങ്കിലും എന്തോ എല്ലാം കാട്ടിൻ്റെ ഉള്ളിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഒരു കാട് പോലത്തെ ഒരു സ്ഥലം, കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയത് കൊണ്ടായിരിക്കും നമ്മൾ കുറേ എണ്ണത്തിന് കാണുകയൊന്നും ചെയ്തിട്ടില്ല. ഈവനിങ് ടൈം കുറച്ചുകൂടി ബെറ്ററാന്ന് തോന്നും. കാരണം ഞാൻ ചെന്ന സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ പാർക്കിലേക്ക് പോയി. പാർക്കിൽ നിന്ന് കുറച്ച് നേരം ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം അംബ്രസും എമി മോളും കൂടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.